നമസ്കാരം. ഏതായാലും ഇന്ന് വളരെ സസ്പെൻസുള്ളൊരു ദിവസമാണ്. ഒന്നാമത്തത് പുരുഷ ഹോക്കിയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് അല്പസമയത്തിനകം ഇന്ത്യ ഇറങ്ങും. അതിൽ വിജയിക്കണേ എന്നുള്ള പ്രാർത്ഥന ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളത്തിൽ ഈ ലോക്ക്ഡൌൺ ഇളവുകൾ അല്ലെങ്കിൽ TPR മാനദണ്ഡമാക്കിയോ അല്ലാതെയോ ഉള്ള പുതിയ സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും യോഗം ചേരുകയാണ്. എനിക്ക് തോന്നുന്നു വാരാന്ത്യ ലോക്ക്ഡൌൺ ഒക്കെ എടുത്തു കളയാനാണ് സാധ്യത. നേരത്തെ നിശ്ചയിച്ച രീതിയിൽ TPR അനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ആ രീതിയിൽ ഒരു മാറ്റം വരുത്താനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണ് ചർച്ചകൾ നടന്നു വരുന്നതും. സംസ്ഥാനത്ത് വാരാന്ത്യ ലോക്ക്ഡൌൺ ഞായറാഴ്ച മാത്രമാക്കും. 6 ദിവസത്തിനും എല്ലാ കടകളും തുറക്കാനും ചീഫ് സെക്രട്ടറി തല ശുപാർശ. കടകൾ തുറക്കുന്ന സമയത്തിൽ ഇന്ന് തീരുമാനമുണ്ടാവും. TPRന് പകരം രോഗികളുടെ എണ്ണം അനുസരിച്ച് സോണുകൾ തീരുമാനിക്കും. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നത സമിതി ഇന്ന് തീരുമാനമെടുക്കും. ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ച പുതിയ ഇളവുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. അനുവാണ് ചേരുന്നത്. അനു, അപ്പോൾ ആഴ്ചയിൽ 6 ദിവസവും തുറക്കുക അല്ലേ കടകൾ? അത് എത്ര സമയം എന്നുള്ളതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാവും. തീർച്ചയായും ഗോപി, ഏതായിരുന്നാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംസ്ഥാനത്തെ ഇപ്പോൾ നിലവിലുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗത്തിൽ ഈ TPR അടിസ്ഥാനപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ ലോക്ഡൌൺ മാത്രമല്ല ഒരു കൃത്യമായ ബദൽ, അതിന് പകരം മറ്റൊരു മാർഗം കണ്ടെത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തുടർന്നാണ് ചീഫ് സെക്രട്ടറി തല ഒരു സമിതിയെ നിയോഗിച്ചതും. സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ശനിയാഴ്ച കൂടെ സാധാരണ ദിനം പോലെ പ്രവർത്തനമാക്കും. അതായത് വാരാന്ത്യ ലോക്ഡൌണിൽ ഞായറാഴ്ച മാത്രമായി നിർത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. മറ്റ് 6 ദിവസങ്ങളിലും കടകൾ തുറക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശയായി വരുന്നത്. മറ്റൊന്ന്, ഈ TPR അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയന്ത്രണം വേണ്ട, പകരം രോഗികളുടെ എണ്ണം, അതുപോലെ തന്നെ ആ പ്രദേശത്തെ ആശുപത്രികളുടെ സംവിധാനം, ഇവ രണ്ടും പരിശോധിച്ചുകൊണ്ട് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റിയുള്ള ശനിയാഴ്ച കട തുറക്കുന്നതിനേക്കാളും സുപ്രധാനമാവുന്നത് ആ ഒരു തീരുമാനമായിരിക്കും. കാരണം ഈ TPR എന്ന് പറയുന്നത് അത്ര യുക്തിസഹമല്ല എന്ന്, അല്ലെങ്കിൽ TPR അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ നടത്തുന്ന അത്ര യുക്തിസഹമല്ല എന്ന് കാലങ്ങളുടെ അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ബെഡിന്റെ അവൈലബിലിറ്റി എത്ര ആൾക്കാർ അവിടെ രോഗികളായുണ്ട്, ആ മാനദണ്ഡമാണ് ഇനി നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് അല്ലേ? തീർച്ചയായും അത്തരമൊരു നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറി തല സമിതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകേണ്ടത് ഇന്ന് വൈകിട്ട് ചേർന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ്. ഗോപി സൂചിപ്പിച്ചതുപോലെ നേരത്തെ TPR പലയിടങ്ങളിലും ഇപ്പോൾ 2 രോഗികളെ പരിശോധിക്കുമ്പോൾ അതിൽ അല്ലെങ്കിൽ 2 പേർ പരിശോധിക്കുമ്പോൾ ഒരാൾ പോസിറ്റീവ് കഴിഞ്ഞാൽ അവിടെ 50% TPR ആയും പരിഗണിക്കപ്പെടുന്നത്. ഇത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പക്ഷെ അതേസമയം നമുക്ക് മുന്നിൽ മറ്റൊരു കടമ്പ കൂടിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഇളവിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക്, അല്ലെങ്കിൽ സുപ്രീം കോടതി വിഷയം കൈകാര്യം ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ കർശനമായ നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ആ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ടുള്ള ഇളവുകളിലേക്കോ നിയന്ത്രണങ്ങൾ മാറ്റുന്നതിലേക്കോ നമുക്ക് പോകാൻ കഴിയില്ല. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാകും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ വരിക. ഏതായിരുന്നാലും ഈ ഒരു കാര്യം കൂടി, ഇപ്പോൾ രോഗികളുടെ എണ്ണം, ബെഡുകളുടെ അവൈലബിലിറ്റി, TPR ഇത് മൂന്നും അടിസ്ഥാനപ്പെടുത്തി ഒരു ഇടം വളരെ കൂടുതലാണെങ്കിൽ അവിടെ സമ്പൂർണ്ണമായി അടച്ചിടാനാണോ ഉദ്ദേശിക്കുന്നത്? നിലവിൽ എങ്ങനെയാണ് സജഷൻ? തീർച്ചയായും ഇപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനമല്ല, അതിനേക്കാൾ ഒരുപാട് തലത്തിലേക്ക് ആ പ്രദേശങ്ങളിൽ TPR നിരക്ക് വളരെയധികം കൂടുന്നു. അവിടുത്തെ ആശുപത്രികൾ, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പരിശോധിക്കുന്നത് ആ വാർഡ് മാത്രം അടച്ചിട്ടുകൊണ്ടുള്ള മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ സംവിധാനത്തിലേക്കാണ് ഇനി നിയന്ത്രണങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ഏതായാലും വലിയ നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം ഇനി കടക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര സംഘം ഇന്നലെ ചീഫ് സെക്രട്ടറിയോട് ഈ 10% മുകളിലേക്ക് TPR പോകുന്നതിൽ ഉള്ള ഒരു അതൃപ്തി, ആശങ്ക കേന്ദ്ര സംഘം സംസ്ഥാന ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഇളവുകളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ വാരാന്ത്യ ലോക്ഡൌൺ മുഴുവനായി മാറ്റണം എന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ ഞായറാഴ്ച ഇപ്പോഴും ലോക്ഡൌണായി തന്നെ നിലനിർത്താനാണ് ഇപ്പോൾ സമിതി പോലും ശുപാർശ നൽകിയിട്ടുള്ളത്. അത്തരം വലിയ ഇളവുകളിലേക്ക് നമ്മൾ പോകില്ല. അതേസമയം വ്യാപാരികളെ, നമ്മുടെ ഈ സമസ്ത മേഖലയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലൊരു മാന്ദ്യം അനുഭവിക്കുന്ന കാലമാണ്. അത് വേണ്ട, കൂടുതൽ ഇളവുകൾ ഒരുപക്ഷെ ഈ സമയക്രമത്തിലൊക്കെ വലിയ രീതിയിലുള്ളൊരു മാറ്റം വരാനുള്ള സാധ്യതയും ഉണ്ട്. ഗോപി, ഏതായാലും
വലിയ ഒരു ലോക്ഡൌൺ ഇളവുകൾ തന്നെ നമുക്ക് ഇതോടൊപ്പം ഈ പരിശോധനയും ഒപ്പം ഈ വാക്സിനേഷന്റെയും എണ്ണം കൂട്ടാനല്ലേ തീരുമാനമുണ്ടാവുക? ദിവ്യ, നമുക്ക് ദിവസം 2 ലക്ഷം പരിശോധനകൾ നടത്താം, അല്ലെങ്കിൽ അത് നടത്തും എന്നുള്ളതാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. 2 ലക്ഷം വരെ പരിശോധനകൾ നമുക്ക് നടത്താം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയതുപോലെ നമുക്ക് പ്രതിദിനം 1 കോടി വാക്സിനുകൾ ഒരാഴ്ച നമുക്ക് 1 കോടി വാക്സിനുകൾ നൽകാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. കാരണം കഴിഞ്ഞ ദിവസം മാത്രം ഏതാണ്ട് 4.96 ലക്ഷം വാക്സിൻ ഒരു ദിവസം സംസ്ഥാനം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് ഏതാണ്ട് 1 കോടിയിലധികം വാക്സിൻ നൽകാനാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് 1 കോടി വാക്സിൻ നൽകാനാകുമെന്നാണ് പറയുന്നത്. അത്തരത്തിൽ വാക്സിൻ നൽകുന്നത് എണ്ണം കൂട്ടുക, അതുപോലെ തന്നെ പരിശോധന 2 ലക്ഷം വരെ ആക്കുക. ഇത്തരത്തിൽ അത്തരം സംവിധാനങ്ങൾ കൂടെ മുന്നോട്ട് കൊണ്ടുപോയി TPR-ഉം രോഗവ്യാപനവും അല്ലെങ്കിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. യെസ്, അനുവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പുതിയ രീതിയിലുള്ള നിയന്ത്രണത്തിലേക്ക് പോകുന്നു. അപ്പോഴും ഒരു കാര്യം, നമ്മൾ ഓരോ രീതികൾ പരീക്ഷിക്കുകയാണ്. ഓരോ രീതികൾ, അതിപ്പോൾ നേരത്തെ പലരും പറഞ്ഞ പോലെ കടലിനും ചെകുത്താനും നടുവിലാണ്. ചെകുത്താനായിട്ട് കൊറോണയുണ്ട്, കടലായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. നമ്മുടെ മുന്നിലുള്ള എല്ലാ വഴികളും പരീക്ഷിക്കുകയാണ്. അതാണോ ശരി, ഇതാണോ ശരി എന്നൊക്കെ ഉള്ളത് കാലമാണ് തെളിയിക്കേണ്ടത്. ഏതായാലും കുറച്ചുകൂടി ആശ്വാസങ്ങൾ വരുന്നു. പക്ഷേ ആശ്വാസം വരുമ്പോഴും നമ്മളെ വിട്ടുപോയിട്ടില്ല. ഈ വൈറസ് തൊട്ടടുത്ത് ചുറ്റുവട്ടം തന്നെ ഉണ്ട് എന്ന ബോധത്തോടു കൂടി വേണം എല്ലാവരും പെരുമാറാൻ എന്നുള്ളതാണ് വിദഗ്ധരെല്ലാവരും പറയുന്നത്. മറ്റു വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്ക് കൂടി വരാം. കേരളത്തിൽ നിന്ന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ട്രേഡ് മാർഗം മംഗളൂരുവിലെത്തിയവരെ വിട്ടയച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം 60ഓളം മലയാളികളെയാണ് ഇന്നലെ ക്വാറന്റൈൻ സെന്ററിൽ തടഞ്ഞുവെച്ചത്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയവരായിരുന്നു എല്ലാവരും. ഇവരുടെ സ്രവമെടുത്ത ശേഷം പരിശോധനാ ഫലം വരുന്നതുവരെ ടൗൺ ഹാളിൽ തുടരാനായിരുന്നു മംഗളൂരു പോലീസിന്റെ നിർദ്ദേശം. KV ബൈജു ചേരുകയാണ്. ബൈജു, ഇവരെ ഈ പരിശോധനാ ഫലം വരുന്നതുവരെ മണിക്കൂറുകളോളമാണ് തടഞ്ഞുവെച്ചത്. യാതൊരുവിധ സൗകര്യങ്ങളും ഇവർക്ക് ഒരുക്കിയില്ല എന്നും ആക്ഷേപമുണ്ട്. ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് ഇവരെ വിട്ടയച്ചത്? ഈ പ്രതിഷേധത്തെ തുടർന്നാണോ? ദിവ്യ, ഗോപി, ഇന്ന് നമ്മുടെ ന്യൂസ് 18 വാർത്തയാണ് ആദ്യം ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു സംഭവം പുറംലോകത്ത് അറിയിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ ഇടപെടലുണ്ടായി. അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്നായി 60ഓളം പേർ, അതായത് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. കാരവേലി കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. ഇവരെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ 5 മണിയോടുകൂടിയാണ് എത്തുന്നത്. പിന്നീട് ഇവരെ സ്രവ പരിശോധന നടത്തി പോലീസ് വാഹനത്തിൽ തന്നെ ടൗൺ ഹാളിൽ കൊണ്ടുപോയി ഇവരെ അവിടെ വിടുകയായിരുന്നു. പിന്നീട് ഈ പരിശോധന ഫലം എത്തിയാൽ മാത്രമേ നിങ്ങൾ പുറത്തുവിടൂ എന്ന് പറയുകയും ചെയ്യുകയായിരുന്നു. ഈ 10 മണിയോടുകൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. ഇതേ തുടർന്ന് നമ്മുടെ വാർത്ത ഇത്തരത്തിൽ നമ്മൾ MLA ഉൾപ്പെടെ ബന്ധപ്പെടുകയും വാർത്ത പുറത്തു വരികയും ചെയ്തതോടുകൂടി ആദ്യം 11 മണിയോടുകൂടി ഈ സ്ത്രീകളെ വിട്ടയക്കാൻ തയ്യാറാകുന്നു. ഇവരെ പറഞ്ഞയക്കുകയാണ്. ഇത് ഏതെങ്കിലും വാഹനത്തിൽ കൊണ്ടുവിടാൻ അപ്പോഴും കർണാടക തയ്യാറായിരുന്നില്ല. പിന്നീട് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പുരുഷന്മാരെയും പറഞ്ഞേക്കുന്നത്. എന്തായാലും ഈ ഒരു രീതി ഇനിയും തുടരും എന്ന് തന്നെയാണ് ഇന്ന് ഇറക്കിയ വാർത്താക്കുറിപ്പിലും കർണാടക പറയുന്നത്. ഇതോടൊപ്പം തന്നെ കൂട്ടി ചേർക്കാനുള്ളത്, ഇന്ന് അതിർത്തിയിൽ ഇന്നും സംഘർഷഭരിതമാകാനാണ് സാധ്യത. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അതിർത്തിയിൽ മാർച്ച് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം കർണാടക ADGP, അതായത് ക്രമസമാധാന ചുമതലയുള്ള പ്രതാപ് റെഡ്ഡി ഇന്ന് ഈ സന്ദർശിക്കുന്നുണ്ട്. 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. കേരള ഇവിടെ കോവിഡ് പരിശോധന സെന്റർ ഇന്നു മുതൽ തയ്യാറാക്കുന്നുണ്ട്. നേരത്തെ കർണാടക ഇന്നലെ ഇത്തരത്തിൽ കോവിഡ് പരിശോധന സെന്റർ തയ്യാറാക്കിയിരുന്നെങ്കിലും 9 മണിയോടുകൂടി രാവിലെ തന്നെ ഇവർ ഇത് അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കേരളം ഇന്ന് നമ്മുടെ തലപ്പാടി അതിർത്തിയിൽ ഇത്തരത്തിലുള്ള പരിശോധനാ കേന്ദ്രം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വിപുലമായ സംവിധാനമാണ് കർണാടക ഒരുക്കിയിട്ടുള്ള പരിശോധനയ്ക്കായി. വലിയ പന്തലൊക്കെ ഇട്ട് വലിയ പരിശോധന തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നു. എന്തായാലും നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആരെയും കർണാടകയിലേക്ക് കടത്തി വേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് നിയന്ത്രണം കൂടുതൽ കർശനമാക്കാൻ തന്നെയാണ് കർണാടകയുടെ ഭാഗത്തുനിന്നുള്ള നീക്കവും. ശരി, തമിഴ്നാടും കർണാടകവും ഒക്കെ നിയന്ത്രണങ്ങളും പരിശോധനയും ഒക്കെ കർശനമാക്കുന്നുണ്ട്. അതിർത്തികളിൽ ഇപ്പോൾ ശക്തമായ പരിശോധനകളാണ് നടക്കുന്നത്. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ കടത്തിവിടില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഇതുപോലെ യാത്രക്കാരെയൊക്കെ മണിക്കൂറുകളോളം തടഞ്ഞു വയ്ക്കുക എന്നതൊക്കെ നമുക്ക് എത്രത്തോളം സ്വീകരിക്കാൻ കഴിയുന്നതാണ് എന്നത് പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് മറ്റ് വാർത്തയിലേക്ക് കൂടി പോകാം.
ആലപ്പുഴ കൈനകരിയിൽ ഡ്യൂട്ടി ഡോക്ടറെ മർദ്ദിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച KGMOI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. OP സേവനങ്ങൾ, കോവിഡ് വാക്സിൻ വിതരണം, സ്വാബ് ടെസ്റ്റിംഗ് എന്നിവ നിർത്തിവെച്ചാണ് പ്രതിഷേധം. അത്യാഹിത അടിയന്തര വിഭാഗങ്ങൾ തടസ്സമില്ലാത്ത രീതിയിൽ പ്രതിഷേധിക്കുമെന്നാണ് KGMOI ജില്ലാ ഭാരവാഹികൾ അറിയിച്ചത്. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കൈനകരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് ചന്ദ്രബോസിനെ മർദ്ദിച്ച കേസിലെ പ്രതികളെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഏതായാലും മറ്റു വാർത്തകൾ കൂടി വളരെ പെട്ടെന്ന് നോക്കാം. LGS റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇറക്കിയ ഉത്തരവിനെതിരെ PSC നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉചിതമായ കാരണങ്ങളില്ലാതെ പട്ടിക നീട്ടുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ. കൂടാതെ 14 ജില്ലകളിലെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് പരീക്ഷ നടത്തിയതായും PSC കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കൊറോണ പരിഗണിച്ച് നേരത്തെ ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയിരുന്നു. വീണ്ടും റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുന്നത് പുതിയ ഉദ്യോഗാർത്ഥികളുടെ അവസരം നഷ്ടമാകുമെന്നും ഹർജിയിൽ പറയുന്നു. നാളെ അവസാനിക്കുന്ന റാങ്ക് പട്ടികയുടെ കാലാവധി സെപ്റ്റംബർ 29 വരെ നീട്ടാനായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ളവരും LGS ഉദ്യോഗാർത്ഥികളുമാണ് സമരം ശക്തമാക്കിയിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഉദ്യോഗാർത്ഥികൾ. കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നൽകിയ ഹർജിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇന്ന് വിധി പറയും. മറ്റ് റാങ്ക് ലിസ്റ്റുകൾ കാലാവധി നീട്ടിയപ്പോൾ ഒരു ദിവസം മാത്രമാണ് ലഭിച്ചതെന്നും പട്ടികയിൽ നിന്നും കാര്യമായ നിയമനം നടന്നിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗാർത്ഥികൾ ഹർജി നൽകിയത്. അതിനാൽ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാൻ PSCയോടും സർക്കാരിനോടും നിർദ്ദേശിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മലപ്പുറം ജില്ലയിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാനാണ് നീക്കം. ഉപരിപഠനത്തിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി +1 സീറ്റുകൾ മലപ്പുറത്തില്ല. സീറ്റുകളുടെ എണ്ണത്തിൽ 20% വർധനയ്ക്ക് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതും അപര്യാപ്തമാണെന്നാണ് പ്രതിപക്ഷ നിലപാട്. ആരോഗ്യ വൈദ്യുതി വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകളും ഇന്ന് സഭയിൽ അവതരിപ്പിച്ച് പാസാക്കും. രാജിവെക്കാതെ നിയമമണ്ഡലത്തിൽ മന്ത്രി V ശിവൻകുട്ടിയെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി LDF. VV രാജേഷിന്റെ വാർഡായ പൂജപ്പുരയിൽ മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചാണ് LDF മറുപടി നൽകിയത്. അദ്ദേഹത്തിന് എന്താണോ ചെയ്യാൻ അറിയുന്നത് അതായിരിക്കും അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിലും കാട്ടിക്കൂട്ടാൻ പോകുന്നത്. അദ്ദേഹം ആദ്യം മന്ത്രിയായതിനു ശേഷം ഹരിശ്രീ കുറിച്ചതില് അവിടെ ലക്ഷദ്വീപിൽ ചെന്ന് നിന്നുകൊണ്ട് രാജ്യദ്രോഹ പ്രസ്താവന നടത്തിയ ഒരു പെൺകുട്ടിക്ക് പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്നിരിക്കുന്നു, ബാക്കിയുള്ള പിന്തുണ തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടാൽ മതി, അദ്ദേഹം നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ത് ബാധ്യതയാണ്, എന്ത് പ്രതിബദ്ധതയാണ് ഈ സമൂഹത്തോടുള്ളത് എന്ന് അദ്ദേഹം കാണിച്ചു. ഇതാണ് ശ്രീ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് നേടിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഈഞ്ചക്കലിലെ ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് നടന്ന BJP മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലായിരുന്നു VV രാജേഷിന്റെ പ്രഖ്യാപനം. രാജേഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത LDF പ്രവർത്തകർ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോണില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വിതരണം ചെയ്യുന്ന പരിപാടി പൂജപ്പുര വാർഡിൽ തന്നെ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടകനായി മന്ത്രി ശിവൻകുട്ടിയുമെത്തി. MLAയെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മന്ത്രി. ഒരു മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLAക്ക് ആ മണ്ഡലത്തിൽ ഇറങ്ങാൻ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത സ്ഥലത്ത് പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. 2020 നിന്ന് രാജിവെച്ച മുഴുവന്നൂർ പഞ്ചായത്തിലെ 33 പ്രവർത്തകർ CPM-ൽ ചേർന്നു. 2020 നൽകിയ വാഗ്ദാനങ്ങൾ ഇതുവരെയും നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് രാജി. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടിയിൽ ചേരുമെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞു. 2020യുടെ സ്വാധീന മേഖലയാണ് മഴുവന്നൂർ പഞ്ചായത്ത്. 19 വാർഡുകളിൽ 14 ഇടങ്ങളിലും 2020യുടെ പ്രതിനിധികളാണ് മെമ്പർമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എല്ലാ വീടുകളിലും കുടിവെള്ളവും വൈദ്യുതിയും എത്തിക്കുമെന്നും മഴുവന്നൂരിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആരംഭിക്കുമെന്നുമെല്ലാം വാഗ്ദാനം നൽകിയിരുന്നു. വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് രാജിവെച്ചവരുടെ ആരോപണം. പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഭരണസമിതി അധികാരത്തിൽ വന്നാൽ നമുക്ക് 6 മാസത്തിനുള്ളിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നടപ്പിലാക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ 6 മാസം പോയിട്ട് ഇപ്പോൾ 1 വർഷമാറായിട്ടും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിയിട്ടു എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞതാണ്. CET കോളേജിൻ്റെ സ്ഥലം വാങ്ങിയിട്ടു, പ്രാരംഭഘട്ട പ്രവർത്തനം തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ നാളിതുവരെയായിട്ട് സ്ഥലവും വാങ്ങിയിട്ടില്ല, പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ നേതൃത്വത്തിലാണ്
പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. മഴുവന്നൂർ പഞ്ചായത്തിലെ നെല്ലാട് നിന്നുള്ള പ്രവർത്തകരാണ് CPM-ൽ അംഗത്വമെടുത്തത്. കൂടുതൽ പേർ എത്തുമെന്ന് CPM നേതാക്കൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് സ്വന്തം ജീവിതാനുഭവങ്ങൾ കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ശേഷം അവർ ഇടതുപക്ഷത്തോടൊപ്പം വരും എന്നുള്ളതാണ് വസ്തുത. അസംതൃപ്തരായ 2020 പ്രവർത്തകരെ കൂടെ നിർത്താൻ കോൺഗ്രസും BJP-യും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. CPM അന്ത്യശാസനം നൽകിയിട്ടും തീരാതെ INL-ലെ ഗ്രൂപ്പ് പോര്. സ്വന്തം നിലയിൽ തെരഞ്ഞെടുപ്പ് വരണാധികാരികളെ തീരുമാനിച്ച കാസിം ഇരിക്കൂർ പക്ഷം ജില്ലാ കമ്മിറ്റികൾ വിളിച്ച് മുന്നോട്ടു പോവുകയാണ്. ഇരുപക്ഷവും നിലപാടിൽ ഉറച്ചതോടെ മന്ത്രിസ്ഥാനം തുലാസിലാകുമോ എന്ന ആശങ്കയിലാണ് അഹമ്മദ് ദേവർകോവിൽ. അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർത്ത് ഒറ്റ പാർട്ടിയായി വരണമെന്നാണ് CPIM INL നൽകിയ അന്ത്യശാസനം. ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോവുകയാണ്. കാന്തപുരം വിഭാഗം ഇരു നേതാക്കളെയും വിളിച്ച് സമവായ ശ്രമം നടത്തുമ്പോൾ കാസിം ഇരിക്കൂർ പക്ഷം ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. അബ്ദുൽ വഹാബ് അഖിലേന്ത്യാ കമ്മിറ്റിനെ അബ്ദുൽ വഹാബ് അംഗീകരിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തെ അംഗീകരിക്കും. അതിൽ കൂടുതലൊന്നുമില്ല. ഞങ്ങൾ അഖിലേന്ത്യാ കമ്മിറ്റി കാസിം ഗ്രൂപ്പ് വഹാബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഞങ്ങൾ അഖിലേന്ത്യാ കമ്മിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള പാർട്ടിയാണ്. ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് വന്നത്. സമവായ ശ്രമം തുടങ്ങിയതോടെ സംസ്ഥാന കൌൺസിൽ വിളിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചുവെന്ന് വഹാബ് പക്ഷം പറയുന്നു. ഏകപക്ഷീയമായി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തരുതെന്നാണ് വഹാപക്ഷത്തിന്റെ ആവശ്യം. അതേസമയം സമവായ ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കണമെന്ന് വഹാബ് പക്ഷം കഴിഞ്ഞ ദിവസം മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ സന്ദർശിച്ച് ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രി സമ്മതം അറിയിച്ചെങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് സാധ്യമാകുന്നില്ലെന്നാണ് കാസിം ഇരിക്കൂർ പക്ഷം വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ തെളിയിക്കുന്നത്. വൈകാതെ സമവായം ഉരുത്തിരിഞ്ഞില്ലെങ്കിൽ മന്ത്രി പദവി തുലാസിലാവുമെന്നാണ് അഹമ്മദ് ദേവർകോവിലിന്റെ ആശങ്ക. മന്ത്രി മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കുടുക്ക 2025 എന്ന ചിത്രത്തിലെ ഈയിടെ പുറത്തിറങ്ങിയ മാരൻ മറുകൾ ചോരും എന്ന ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സിദ് ശ്രീറാമും ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച ഭൂമിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗായികയായ ഭൂമി സംഗീത സംവിധായികയാകുന്ന ആദ്യ ചിത്രമാണ് കുടുക്ക 2025. പാട്ടിന്റെയും സിനിമയുടെയും വിശേഷങ്ങളുമായി ഭൂമി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഭൂമി, സ്വാഗതം ന്യൂസ് 18 ഗുഡ് മോർണിംഗിലേക്ക്. താങ്ക് യു. പാട്ടിറങ്ങി നല്ല റെസ്പോൺസ് ആണ് ആൾക്കാരിൽ നിന്ന്, കേൾക്കുന്നവരിൽ നിന്ന് കിട്ടുന്നത്. കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു പാട്ട്. അതിൽ സിദ്ധിന്റെയും ഭൂമിയുടെയും ശബ്ദം കൂടി വരുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. എന്ത് പറയുന്നു എല്ലാവരും? നല്ല റെസ്പോൺസ് ആണ്. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും റെസ്പോൺസ് വരുന്നുണ്ട്. ഏതായാലും സംഭവം ട്രെൻഡിങ് ലിസ്റ്റിലും വളരെ പെട്ടെന്ന് തന്നെ എത്തുകയുണ്ടായി. ആദ്യത്തെ തവണയല്ല എത്തുന്നത്, താങ്കളുടെ ഒരു സൃഷ്ടി ട്രെൻഡിങ് ആവുന്നത് പല തവണയായി എത്തുന്നു. പക്ഷേ ഇപ്രാവശ്യം സംഗീത സംവിധായക കൂടിയാവുന്നു. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? എൻ്റെ പാഷൻ മ്യൂസിക് ഡയറക്ഷൻ തന്നെയായിരുന്നു. ഒരു ചെറിയ പ്രായം തൊട്ടേ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഒരു ഗായിക എന്നുള്ള നിലയ്ക്കാണ് പലർക്കും അറിയാവുന്നത്. പക്ഷെ കുടുക്കിലൂടെയാണ് അത് കുറച്ചുകൂടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. എങ്ങനെയാണ് ഈ കുടുക്കിൽ ഈ സംഗീത സംവിധായികയാകുന്ന ആ ഒരു ഇതിലേക്ക് നീങ്ങിയത്? എങ്ങനെയാണ് പാടുന്നു, ആ സംഗീത സംവിധാനം ചെയ്യുന്നു, അതിൽ സിദ് എത്തുന്നു. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഗായകനാണ് സിദ് ശ്രീറാം മലയാളികളുടെ ഇടയിൽ. എങ്ങനെ കാണുന്നു ആ ഒരു നിമിഷത്തെ? എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സിദ്ധിന്റെ ഒരു ഡൈഹാർട്ട് ഫാൻ ആണ്. സിദ്ധിന്റെ പാട്ടുകളാണ് കൂടുതലും ഞാൻ സ്റ്റേജിലൊക്കെ പാടാറുള്ളത്. അപ്പോൾ ഒരു ഫാൻ എന്ന നിലയ്ക്ക് സിദ്ധിന്റെ റെക്കോർഡിംഗ് എടുക്കാൻ പറ്റുക പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് കരുതണത്. അപ്പോൾ സംഗീത സംവിധായകയും താങ്കളാണല്ലോ. എങ്ങനെയാണ് സിദ്ധിനെ പാട്ട് പഠിപ്പിച്ചത്? പഠിപ്പിക്കേണ്ടി വന്നില്ല. ഞാൻ ഓൾറെഡി പാട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്ന പാട്ട് കേട്ടതിന് ശേഷം. പിന്നീട് റെക്കോർഡിംഗ് സെക്ഷനൊക്കെ ഒരു ലോക്ക്ഡൗൺ സമയത്തായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, യാത്രയുടെയും ഒക്കെ. പക്ഷെ എന്നാലും എല്ലാം നന്നായിട്ട് നടന്നു. റെക്കോർഡിംഗ് ഒരു 4-5 മണിക്കൂറിൻ്റെ ഒരു റെക്കോർഡിംഗ് ആയിരുന്നു. ഇത് ഭയങ്കര നല്ലൊരു ഒഴുക്കോട് കൂടിയാണ് ടിറ്റോ പി തങ്കച്ചൻ ഇത് രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിറിക്സൊക്കെ. പക്ഷേ സിദ്ധ അത് വളരെ നന്നായിട്ട് തന്നെ പ്രൊനൗൺസിയേഷനൊക്കെ ഒരുപാട് നന്നായിട്ട് തന്നെയാണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്.
ഭൂമി, നമ്മൾ നേരത്തെ ആ പാട്ട് പ്ലേ ചെയ്തപ്പോൾ ഭൂമിയുടെ ലിറിക്സ് നമുക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല. എനിക്കൊന്നു ഒരു സെക്കൻഡ് ഹാഫ് ആണ് ആ പാട്ടിന്റെ വരുന്നത്. നമുക്ക് വേണ്ടി ഒന്ന് ആ ഒരു പാട്ട് പാടാമോ? ഓ ഷുവർ. ഞാനിപ്പോൾ കൂടുതലായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാരൻ എന്നുള്ളത് തുടക്കം തന്നെയാണ് പാടിയിട്ടുള്ളത്. ലിറിക്സ് ഞാൻ മറന്നു പോവാണെങ്കിൽ ഐ എം റിയലി സോറി. മാരൻ മറുകിൽ ചോരും മധുരം നീയേ നീയേ നീയേ, മാറിൽ കുളിരായി മൂടും ഉയരിൻ തീയേ തീയേ തീയേ, അലകളിൽ അവളുടെ മനമെഴുതാം, തുടികളിൽ അവളുടെ അകമറിയാം. ഓക്കെ, ഇപ്പോൾ ആദ്യ സംഗീത സംവിധായികയാവുക എന്നുള്ള സ്വപ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെയാ ഗുരുക്കന്മാരൊക്കെ ആരാ? എങ്ങനെയായിരുന്നു തുടക്കമൊക്കെ പഠനം? ഞാൻ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയതൊരു ചെറിയ പ്രായം മുതലാണ്. പിന്നീട് ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കർണാട്ടിക്. ഞാൻ മെയിൻലി ഒരു കർണാട്ടിക് മ്യൂസീഷ്യനാണ്. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ +2 പഠനമൊക്കെ കഴിഞ്ഞ് ചെന്നൈയിലേക്ക് പോയി മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് റഹ്മാൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു. അവിടെയാണ് പഠിച്ചത്. ഇപ്പോഴും ലേണിംഗ് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്, കുടുക്കിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കുടുക്കിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ എത്തിയത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് വർക്ക്സ് ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. ആ ടൈമിലാണ് ബിലഹരി എന്നോട് വിളിച്ചിട്ട് ഇങ്ങനൊരു സിനിമയുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഈ സമയത്ത് സിനിമയൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആണെന്ന് തോന്നിയത്. സിനിമയുണ്ട്, ഒരു പാട്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അങ്ങനെയാണ് മാരൻ സോങ് ഉണ്ടായത്. അതിനുശേഷം ഞാനൊരു 2 പാട്ടും കൂടെ കുടുക്കിൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതില് ശ്രീറാമാണ് പാടാൻ വരുന്നത് എന്ന് എപ്പോഴാണ് അറിഞ്ഞത്? സിദ്ധ ഓൾറെഡി കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ശ്രീറാം എന്നുള്ള നെയിം എന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സിദ്ധ തന്നെ പാടണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെയാണ് അത് പോസിബിൾ ആവാന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസൻറ്റ് ചെയ്തിരുന്നില്ല എൻ്റെ ടീമിൻ്റെ അടുത്ത്. പക്ഷേ ബിലഹരി എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഈ പാട്ട് സിദ്ധു പാടി എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചത്. അപ്പോൾ ഭയങ്കര കോയിൻസിഡൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഏതായാലും അതിൻ്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടീമിനെല്ലാവർക്കും, കുടുക്ക് 2020 ടീമിന് എല്ലാവർക്കും ഹാപ്പി ആവാനുള്ള വക അതിലുണ്ട്. അത്തരത്തിൽ നന്നായി തന്നെ അത് പോകുന്നുമുണ്ട്. ഇനി താങ്കളുടെ ബാൻഡ് എങ്ങനെ പോകുന്നു? ഭൂമി അല്ലേ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണെന്ന് എനിക്കറിയാം. എന്നാൽ തന്നെയും ബാൻഡ് ഇപ്പോൾ കറൻ്റ്ലി ഷോസൊക്കെ പതുക്കെ ഓണാവണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാൻഡ് എന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പോൾ ഓണായിട്ടില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത്, അതിന് മുന്നെയാണ് ഒരു ബാൻഡ് ഫോം ചെയ്തത്. ഭൂമി തന്നെയാണ് ആ ബാൻഡിൻ്റെ പേര്. പക്ഷെ ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്ന് ഷോസ് എല്ലാം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 30 ഷോസൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അതെല്ലാം ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ പതുക്കെ ഇനി ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് ലോക്ക്ഡൗണും അതുപോലെ കോവിഡിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് പതുക്കെ ഓണാക്കണം. ശരി, നമ്മളെന്തായാലും മാരൻ മറുകിൽ ചോരുന്നുള്ള പാട്ട് കേട്ടോ. മറ്റൊരു ഗാനം കൂടി ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ആലപിക്കാമോ? ഓ ഷുവർ. പൂവാസം പുറപ്പെടും പെണ്ണെ ഞാൻ പൂവറിந்தாய், തീ വന്ന് വിരൽ സുടും കണ്ണേ நான் தீ வரைந்தால், உயிருள்ளதெல்லாம் உயிர் கொள்ளுமென்றால் உயிருள்ள நானும் என்னாகுவேன், உயிர் வாங்கிடும் ஓவியம் நீயடி. பூவாசம் புறப்படும் பெண்ணே நான் பூவரைந்தாய், தீ வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தாய்.
കൊള്ളാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ ഈ കോവിഡിന് മുമ്പ് ബാൻഡുകളായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാലത്ത് നമുക്കത് നടക്കുന്നില്ല. പക്ഷേ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ റീച്ച് അല്ലേ, അങ്ങനെ ഒരു പുതിയ സാധ്യതയല്ല നമ്മൾ ഗതികേട് കാലത്ത് കണ്ടെത്തുന്നതാണ്, അത് വിഷയം. എന്നിരുന്നാൽ തന്നെയും വലിയ രീതിയിൽ തന്നെ ഗായകർക്ക് അക്സെപ്റ്റൻസും പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള സാധ്യതയൊക്കെ വരുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ കാണുന്നത്? അത് ഒരുപാട് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്നൊരു സ്റ്റീരിയോ ടിപ്പിക്കൽ ഒരു തോട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം സിനിമയിലേക്ക് മാത്രം എത്തുന്ന സിനിമയായിരുന്നു എല്ലാവരും സ്വപ്നം. ഭയങ്കര ആക്സസ് ആണെങ്കിൽ കുറവുള്ള എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടി ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ യൂട്യൂബും അതുപോലെ ഒരുപാട് മീഡിയാസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആർട്ടിസ്റ്റുകൾക്ക് അവരെ പോർട്രേ ചെയ്യാനുള്ളൊരു സ്പേസ് ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ടാലൻ്റ് ഉള്ള കണ്ടന്റ് ഉള്ള എല്ലാവർക്കും സെലിബ്രിറ്റി ആവാം എന്നുള്ളൊരു സ്പേസ് ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ഡാറ്റ പ്രൊവൈഡേഴ്സ് ആണെങ്കിലും ഈ കമ്പനികളായിരിക്കും അവർക്ക് വേണ്ടത് ഡാറ്റയാണ്, ക്ഷമിക്കണം കണ്ടന്റാണ് വേണ്ടത്. ആര് നല്ല കണ്ടന്റ് കൊടുക്കുന്നോ അത് പരമാവധി റീച്ചിലേക്കും പോകുന്നു. അങ്ങനെ ഒരു സാധ്യത അതിലുണ്ടല്ലേ? അതെ അതെ അതെ. ഏതായാലും നമ്മളെ സമയം അതിന്റെ അവസാനത്തിലേക്ക് കിടക്കുന്നു. ഈ കൂട്ടുകാരൊക്കെ എന്താ വിളിക്കുക? ഭൂമി തന്നെയാണ് വിളിക്കുക? എൻ്റെ ശ്രുതിലക്ഷ്മി എന്നായിരുന്നു എൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പൊ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് ഭൂമി എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ലച്ചു വിളിക്കാറുള്ളത്. ഭൂമിയിലേക്ക് എത്താൻ എൻ്റെ പ്രൊജക്ട് തന്നെയാണ്, എൻ്റെ ഒരു ഇൻഡിപെൻഡന്റ് ബാൻഡ് പ്രൊജക്റ്റ് ആണ്. അതിലത്തെ ക്യാരക്ടറിന്റെ പേരാണ് ഭൂമി. അപ്പൊ ആ ക്യാരക്ടർ ഞാനാണ് പ്ലേ ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എടുക്കാം ഭൂമി എന്നുള്ള പേര്. ഭയങ്കര റിസ്ക് ആണ് ഈ കാലത്ത് ഭൂമി എടുക്കുക, കാരണം ആഗോളതാപനം അങ്ങനെയൊക്കെ ഇല്ലേ? അതെ അതെ. അപ്പൊ അതിനൊക്കെ രക്ഷിച്ചെടുക്കാൻ യുവാക്കളാണ് ലോകത്തെമ്പാടും മുന്നിട്ടിറങ്ങുന്നത്. ശരി, ഭൂമിയുടെ കുടുംബവിശേഷങ്ങൾ കൂടി നമുക്ക് അതിനൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയറോൺമെന്റൽ പ്രൊജക്റ്റ് ആയിരുന്നു ഈ ഭൂമി എന്ന് പറഞ്ഞ ബാൻഡ്. ശരിക്കും ഒരു എൻവയറോൺമെന്റൽ പ്രൊജക്റ്റ് ആണ്, ഒരു പ്രോപ്പർ അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ബാൻഡാണ്. അപ്പൊ അതാണ് ഭൂമി എന്ന് പറഞ്ഞ പേരും അതിൽ വന്നത്. ശരി, കുടുംബവിശേഷങ്ങൾ കൂടി പറയൂ. എന്ത് ചെയ്യുന്നു അച്ഛൻ, അമ്മ, വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ എനിക്കൊരു പഗ്ഗുണ്ട് കേളുണ്ണി. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത്, എല്ലാവരും ഒരുമിച്ച്. ഏതായാലും നമ്മളെ സമയം അതിൻ്റെ അവസാനത്തിൽ കിടക്കുന്നു. ഭൂമി, ഞാൻ താങ്കളുടെ ആ പ്രൊജക്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. ഭൂമിയെ നന്നായി കാക്കാൻ വേണ്ടി സംഗീതം ഉപയോഗിക്കുക എന്നുള്ള താങ്കളുടെ ആശയവും പിന്നെ താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് സംഗീതം കൊണ്ട് പുതിയ സാധ്യതകൾ വെട്ടിപ്പിടിക്കാനുള്ള അതിൻ്റെ ഒരു ഉദാഹരണം താങ്കളും അടക്കമുള്ളവർ കാണിച്ചു തരികയും ചെയ്തു. സംഗീത സംവിധായകയായിട്ടുള്ള ആദ്യത്തെ പ്രൊജക്റ്റ് തന്നെ വലിയ റീച്ചും കിട്ടി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. മാത്രമല്ല താങ്കൾ പറഞ്ഞ പോലെ തന്നെ സംഗീതം കൊണ്ട് ഒരു ബോധവൽക്കരണവും നടക്കട്ടെ. ഇനിയും നല്ല ബോധവൽക്കരണവുമായി നമുക്ക് പരസ്പരം ഇരിക്കാനുള്ള അവസരം ഭൂമി ഉണ്ടാക്കി തരട്ടെ. താങ്ക് യു. നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് കിടക്കുകയാണ്, അതിനുശേഷം തിരിച്ചു വരാം. വാർത്തയിലേക്ക് പോകാം. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 2 വർഷം. മദ്യലഹരിയിലായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ബഷീറിനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല. കൊലക്കേസ് പ്രതിയായ ശ്രീറാം ഇപ്പോഴും പ്രധാനപ്പെട്ട തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട്. 2019 ആഗസ്റ്റ് 3 പുലർച്ചെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യലഹരിയിൽ അമിതവേഗത്തിൽ ഓടിച്ച കാറിടിച്ച് KM ബഷീർ കൊല്ലപ്പെടുന്നത്. കേസിൽ ഒന്നാം പ്രതിയായി IAS-കാരനായ ശ്രീറാം വെങ്കിട്ടരാമനെയും കൂട്ടുപ്രതിയായി വഫ നജീബിനെയും ഉൾപ്പെടുത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞെങ്കിലും വിചാരണ ആരംഭിച്ചിട്ടില്ല. നരഹത്യ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനും വഫയും ഈ മാസം 9 ഹാജരാകാൻ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അപകടം നടക്കുന്നതിന് പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി ബഷീറിനെ റോഡിലേക്ക് മാറ്റിക്കടത്തിയെന്നും ആ സമയം ശ്രീറാം മദ്യലഹരിയിലായിരുന്നുവെന്നും സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രക്തപരിശോധന നടത്താതെ ശ്രീറാമിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിട്ടയച്ചതും കേസ് അട്ടിമറിക്കാൻ പോലീസ് ആദ്യഘട്ടം മുതൽ ശ്രമിച്ചതും വിവാദമായിരുന്നു. മാധ്യമ മേഖലയിൽ നിന്നടക്കമുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്നീട് ശ്രീറാമിന്റെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. തെളിവ് നശിപ്പിക്കാൻ ശ്രീറാം ബോധപൂർവ്വം നടത്തിയ ശ്രമങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കാറിന്റെ അമിതവേഗവും ഡ്രൈവ് ചെയ്തത് ശ്രീറാം വെങ്കിട്ടരാമനാണെന്ന വിവരവും ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തോടെ കുറ്റപത്രത്തിലുണ്ട്. ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അകാരണമായ ന്യായങ്ങൾ നിരത്തി കോടതിയിൽ ഹാജരാകാതെ മാറി നിൽക്കാൻ ശ്രീറാം ശ്രമിച്ചതും വിവാദമായിരുന്നു. അതിനിടെ ശ്രീറാം സർവീസിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്തു. വിചാരണയ്ക്കൊടുവിൽ ബഷീറിന് നീതി ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും സ്നേഹിതരും. ന്യൂസ് 18 തിരുവനന്തപുരം.
കരിപ്പൂർ വിമാന ദുരന്തത്തിന് 7-ാം തീയതി ഒരു വർഷം. കരിപ്പൂർ വിമാനാപകടം നടന്ന ഒരു വർഷം എത്തുമ്പോഴും അതിന്റെ മുറിവുകളുമായി ജീവിതം മുന്നോട്ട് പോകുന്ന നിരവധി പേരുണ്ട്. 21 പേരുടെ ജീവനെടുത്ത കരിപ്പൂർ വിമാന ദുരന്തത്തിൽ 100-ലേറെ പേർക്കാണ് പരിക്കേറ്റത്. പരിക്കുകളോടെ രക്ഷപ്പെട്ടുവെങ്കിലും മലപ്പുറം പൊന്നാനി പാലപ്പെട്ടി സ്വദേശിയായ ഷെരീഫിന് തന്റെ ജീവിതം പഴയപടിയാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴില്ല. ഞാൻ കണ്ണോട് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ ആകെ തകർന്ന് കിടക്കണം. എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അതിനെ ഞാൻ സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് എണീക്കാൻ വേണ്ടി നോക്കി നോക്കുമ്പോൾ എൻ്റെ കാല് പൊന്തണില്ല. അപ്പൊ നോക്കുമ്പോഴാണ് കാലിങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഞാൻ എടുക്കണം. ബാക്കിലൊരു പാസഞ്ചേഴ്സിൽ തന്നെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് എടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ ഷോൾഡറിൽ എടുത്തിട്ട് എമർജൻസി ഡോറിൻ്റെ അവിടുന്ന് മറ്റേ ചിറകിൻ്റെ അവിടെ കൊണ്ടുപോയി ഇരുത്തി അവിടുന്ന് എന്നെ കൊണ്ടോട്ടിയുള്ള പിള്ളേരെല്ലാവരും കൂടി എടുത്തിട്ട് റോട്ടി വെച്ച് അവിടെ എല്ലാവരെയും എടുത്ത് കെടുത്തിട്ടുണ്ട് ആ സൈഡിൽ. അപ്പം ഈ മഴവെള്ളം വീണ കാരണം ഭയങ്കര വേദന ഉണ്ടായി. അപ്പം ഞാനും ഭയങ്കര എന്താ പറയുക കരച്ചിലും ഇതൊക്കെ ആയി. ഓരോരുത്തരെ കിട്ടിയ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നെ ഒരു ആപ്പയിൽ കൊണ്ടുപോയത്. ഷെരീഫിന്റെ ഇടതു കാൽപാദത്തിനാണ് ഗുരുതര പരിക്കേറ്റത്. ഞെരിയാണിക്ക് താഴെ പൊട്ടി എല്ല് വേർപെട്ടിരുന്നു. തലയ്ക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വേറെയുമുണ്ടായിരുന്നു പരിക്കുകൾ. കാലിന് പലതവണ ശസ്ത്രക്രിയ നടത്തി. ചികിത്സകൾ ഇപ്പോഴും തുടരുകയാണ്. എന്താ പറയാ ഇപ്പൊ ഭയങ്കര വേദനയും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. ഇത് ഈ കമ്പി ഉണ്ടല്ലോ നമ്മളിവിടുത്തെ ഈ കമ്പിട്ടുള്ള അതിന്റെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ചൊവ്വാഴ്ച പോകുമ്പോ എക്സ്റേ എടുക്കും. എടുത്താലാണ് ഇനിയിപ്പോ എന്താണ് പാട് എന്നുള്ളത് അറിയുള്ളൂ. ഗൾഫിൽ സലൂണിലായിരുന്നു ഷെരീഫിന് ജോലി. ചികിത്സകൾ പൂർത്തിയായാലും ആരോഗ്യം വീണ്ടെടുക്കാനാകുമെന്ന് ഷെരീഫിന് ഉറപ്പില്ല. ജീവിതവും എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സലൂൺ ഫീൽഡാണ്. അപ്പൊ അതിനി എനിക്ക് എടുക്കാൻ ഇനി പറ്റില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്ന് പറയാൻ എനിക്ക് വേറൊരു പ്രൊഫഷനിൽ അറിയില്ല. എയർ ഇന്ത്യയുമായി നഷ്ടപരിഹാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചികിത്സാ ചെലവുകളെല്ലാം എയർ ഇന്ത്യയാണ് വഹിക്കുന്നത്. ഉപജീവനം വഴിമുട്ടിയ ബാങ്ക് ലോണുകളും ബാധ്യതകളും ഏറെയുള്ള ഷെരീഫിന് ഈ നഷ്ടപരിഹാരത്തിലാണ് പ്രതീക്ഷ. കോമ്പൻസേഷൻ ആണ് ഇപ്പോൾ എനിക്ക് ഉള്ളൊരു ആശ്വാസം. കാരണം എനിക്കൊരു മകളാണ്, 5 വയസ്സുള്ളൊരു മകളാണ്. ഞാനും വൈഫും തന്നെ ഉള്ളൂ. ഇവിടെ വേറെ ആരും ഇല്ല. അപ്പൊ അത് അവര് നല്ല രീതിയിൽ കാണുമെന്ന് ഒരു പ്രതീക്ഷ. അപകടം നടന്ന് കൊല്ലം 1 ആകുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചികിത്സാ സഹായം വാഗ്ദാനമായി അവശേഷിക്കുന്നു. ഷെരീഫ് പറഞ്ഞു നിർത്തി. സർക്കാരിനോട് പറയാനുള്ളത് നമുക്ക് അവരാ പ്രഖ്യാപിച്ച പൈസ നമ്മൾ അവരോട് സഹായം ചോദിക്കണില്ല. നമുക്ക് സഹായിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങളെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ പരിക്ക് പറ്റിയവർക്ക് 2 ലക്ഷം കൊടുക്കുക എന്നുള്ളത്. ആ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എനിക്കിപ്പോൾ ബാങ്ക് ലോണെങ്കിലും ക്ലോസ് ചെയ്യാം. കാരണം ഒരു വർഷം ബാങ്കിൽ അടക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റും പലിശയും ഒക്കെ കൂടി ജപ്തി വരുമോ എന്നുള്ള ഇതിലൊക്കെയാണ് ഞാനിരിക്കുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.